മായ ആചാരാനുഷ്ഠാനങ്ങൾ കൊണ്ട് സമ്പന്നമായ ശബരിമലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആചാരങ്ങളിലൊന്നാണ് പറകൊട്ടിപ്പാട്ട്. തീർത്ഥാടന കാലം തുടങ്ങിക്കഴിഞ്ഞാൽ നിരവധി ആളുകളാണ് ദിവസവും പറകൊട്ടിപ്പാട്ട് വഴിപാടിനായി മാളികപ്പുറത്തെത്തുന്നത്. ശനിദോഷഹാരകനാണ് അയ്യപ്പൻ. അയ്യപ്പന് മുന്നിൽ പറകൊട്ടിപ്പാടിയാൽ സകല ദോഷങ്ങളും അകലുമെന്നാണ് വിശ്വാസം. ശനിദോഷം മാറാനായി അയ്യപ്പന് നീലാഞ്ജനവും നീലപ്പട്ടും വഴിപാടായി സമർപ്പിക്കുന്നതിന് പുറമെയാണ് മാളികപ്പുറത്ത് പ്രത്യേകമായി പറകൊട്ടിപ്പാട്ട് നടത്തുന്നത്. മാളികപ്പുറത്തമ്മയുടെ സന്നിധിയിൽ ഈ വഴിപാട് നടത്തിയാൽ ശനിദോഷം മാറുമെന്നാണ് വിശ്വാസം. തുകൽവാദ്യത്തിന്റെ അകമ്പടിയോടെ കേശാദിവാദം പാടി അയ്യപ്പനെ പാടിപ്പുകഴ്ത്തുന്നതാണ് പറകൊട്ടിപ്പാട്ടിന്റെ പ്രധാന ചടങ്ങ്. ഇത്തരത്തിൽ പറകൊട്ടിപ്പാട്ട് വഴിപാടായി നടത്തിയ പലർക്കും ശനിദോഷ ഫലങ്ങൾ മാറിയതായി തീർത്ഥാടകർ തന്നെ പിന്നീട് പറഞ്ഞിട്ടുണ്ടെന്ന് മാളികപ്പുറത്ത് പാരമ്പര്യമായി പറകൊട്ടിപ്പാടുന്ന വിജയൻ പറഞ്ഞു. ശനിദോഷം അകറ്റാൻ വേണ്ടി തലമുടിതാരി മുതൽ കാശാദിവാദം മൊത്തം പാടി അവരുടെ കന്നന്തോഷം, ദാമദോഷം, ബ്രാക്കുദോഷം, ശത്രുദോഷങ്ങളും ശനിദോഷങ്ങളും ശാപദോഷങ്ങളും മൊത്തം മാറ്റി കൊടുക്കും. പാലാഴി മഥനം കഴിഞ്ഞപ്പോൾ മോഹിനി രൂപിയായ മഹാവിഷ്ണുവിന് ശനിദോഷമുണ്ടായതായും ഇത് മാറുവാനായി മഹാദേവനും പാർവതിയും മലവേടന്റെയും വേടത്തിയുടെയും രൂപത്തിലെത്തി പറകൊട്ടിപ്പാടി വിഷ്ണുവിന്റെ ശനിദോഷം മാറ്റിയതായും പരമശിവൻ പിന്നീട് ശബരിമലയിൽ പറകൊട്ടിപ്പാടാനുള്ള അവകാശം വേല സമുദായക്കാർക്ക് പകർന്നു നൽകിയെന്നുമാണ് പറകൊട്ടിപ്പാട്ടിന് പിന്നിലുള്ള വിശ്വാസം. ക്യാമറാമാൻ ഷമീർ പത്തനാപുരത്തിനൊപ്പം എസ് ശ്യാംകുമാർ, റിപ്പോർട്ടർ, സന്നിധാനം.